വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2025 ഒക്ടോബർ മാസം 8-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള, അതായത് 1201 കന്നിമാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു വാരഫലം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആഴ്ചത്തെ ഗ്രഹനില ഒന്ന് മനസ്സിലാക്കുക. നാം ഇത് വാരഫലം ചർച്ച ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിലാണ്. അതിനാൽ മേടത്തിൽ ചന്ദ്രനുണ്ട്, 3-ാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴമുണ്ട്, 5-ാം ഭാവത്തിൽ ചിങ്ങത്തിൽ ശുക്രൻ കേതു, 6-ാം ഭാവത്തിൽ കന്നിയിൽ സൂര്യൻ, 7-ാം ഭാവത്തിൽ തുലാത്തിൽ ചൊവ്വയും ബുധനും, 11-ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹുവും, 12-ാം ഭാവത്തിൽ ശനിയും. ഇവിടെ ഗ്രഹങ്ങൾക്ക് വിശേഷിച്ച മൗഢ്യങ്ങളൊന്നുമില്ല. ശനി ഇപ്പോഴും വക്രയിലാണ്. നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ഈ വാരത്തേത് ചർച്ച ചെയ്യാം. ഇവിടെ ചന്ദ്രൻ ബലവാനാണ്. ചന്ദ്രൻ ബലവാനായി മേടത്തിൽ നിൽക്കുന്നു. ആ ചന്ദ്രൻ ഉച്ചത്തിലേക്ക് പോകുന്നു. അങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട്. ഇനി ശുക്രൻ ഏതാനും ദിവസങ്ങൾക്കകം നീചസ്ഥനായി കനിയിലേക്ക് വരും. ബുധൻ മൗഢ്യം കഴിഞ്ഞ് തുലാൻ രാശിയിൽ ചൊവ്വയോടുകൂടി ഒന്നിച്ചു നിൽക്കുന്നു. ഇതൊക്കെ നല്ല പ്രത്യേകതകളാണ്. ചൊവ്വയും ബുധനും വരുമ്പോൾ ഒരു വ്യാപാര യോഗം, വണിക് വ്യാപാരി ആവുക, ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ സംഭവിക്കും ഈ വാരത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യുകയാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി. ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരത്തിൽ രാശിയിൽ ഗ്രഹങ്ങളില്ല. 4-ൽ രാഹു, 5-ൽ ശനി, 6-ൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ ശുക്രൻ കേതു, 11-ാം ഭാവത്തിൽ ആദിത്യൻ, 12-ൽ ചൊവ്വ ബുധൻ. ഈ വാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണ് വൃശ്ചികം രാശിക്കാർക്ക്. കാരണം എല്ലാ ഗ്രഹങ്ങളും ഒരു സുസ്ഥന്മാരല്ല, നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത്. ആദ്യമായി ശ്രദ്ധിക്കുക. ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക് ഭാഗ്യാധിപനായ, അവരുടെ ദൈവാധീനം ചിന്തിക്കേണ്ടുന്ന ചന്ദ്രൻ 9-ാം ഭാവാധിപൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശക്തനായി നിൽക്കുന്നു 6-ാം ഭാവത്തിൽ. ധാരാളം ശത്രുദോഷം വരുന്ന സമയമാണ്. രിപോജായതേ വിഗ്രഹേണ വിരാജ ജിതാസ്തേഹി ഭൂയോ വിധോ സമ്പദന്തി. യുദ്ധം വരും, ശത്രുക്കൾ വരും, ശത്രുക്കളെ ജയിക്കും, വീണ്ടും ശത്രുക്കൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തഥാഗ്രേരയോ നിസ്പൃഹ ഭൂയസാപി. വീണ്ടും ശത്രുക്കളെ നശിപ്പിക്കും. പ്രതാപോജ്വലോ, തൻ്റെ പ്രതാപം താൻ പ്രകടിപ്പിക്കും. മാതൃശീലോ തദ്വൽ ന, അമ്മയെ പരിചരിക്കുവാനുള്ള സ്വഭാവം ഉണ്ടാകില്ല. ഇവിടെ പലപ്പോഴും അമ്മ ശത്രുസ്ഥാനത്താവും. കുടുംബത്തിൽ മാനസിക സംഘർഷങ്ങൾ വരുമ്പോൾ മാതാവ് ശത്രുസ്ഥാനത്തേക്ക് വരും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ധർമ്മദൈവത്തെ പരിപാലിക്കേണ്ടുന്ന സമയമാണ്. മാതാവ് എന്നാൽ നമ്മുടെ ധർമ്മദൈവവുമാകാം. നിർബന്ധമായും ഈ ഒരു വാരം ധർമ്മദൈവ സങ്കേതങ്ങളിലൊക്കെ നിർബന്ധമായും പോകണം. പൂർവോപാസിത ദേവകോപം അശുഭം ഭാര്യ തനൂജാപതം ദൗഷ്കൃത്യം സ്വഗുരോഹ പിതുശ്ച നിധനം ദൈന്യ ശുഭേ ദുർബലേ. 9-ാം ഭാവാധിപൻ ദുർബലമാകുമ്പോൾ പണ്ട് ഉപാസിച്ചിരുന്ന ധർമ്മദൈവ ധർമ്മദൈവങ്ങളുടെ വിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതിനാൽ ധർമ്മദൈവങ്ങൾ നമ്മോട് വിപരീതമായി പ്രവർത്തിക്കും. അതിനാൽ ധർമ്മദൈവ പ്രീതി നിർബന്ധമായും ചെയ്യുക. ധർമ്മദൈവ സങ്കേതങ്ങളിലേക്ക്, വിളക്കിലേക്ക് എണ്ണ, തിരി, അവിടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്നൊക്കെ നാം ശ്രദ്ധിക്കുക. അവിടേക്ക് വേണ്ടതൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് മലബാറിൽ ഉത്സവങ്ങളൊക്കെ തുടങ്ങുകയായി. 6-ാം ഭാവത്തിൽ അനിഷ്ടസ്ഥാനത്ത് ചന്ദ്രൻ വരുമ്പോൾ യവാഗോപാന മാത്രം വാ ഗതേ ചന്ദ്രസ്യ വാസര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മദൈവ സങ്കേതങ്ങളിൽ കഞ്ഞിപ്പാർച്ച, പഴയ തറവാട്ടിലൊക്കെ ഉത്സവത്തിനുണ്ടാകും. ഇതൊക്കെ സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. അതിനാൽ ധർമ്മദൈവ സങ്കേതങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പലപ്പോഴും നമ്മളുടെ വരവിനെക്കാട്ടും നമുക്ക് ചെലവ് വരിക. ഭാര്യയുടെ പല താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി വീട് വിഷയത്തിലായാലും ഒരുപക്ഷെ ആഡംബര വാഹനങ്ങളുടെ വിഷയത്തിലായാലും അനാവശ്യമായ ഫർണിച്ചറുകളൊക്കെ വാങ്ങി പൊങ്ങച്ചം കാണിച്ച് ധനം നശിക്കുന്നൊരവസ്ഥ ഉണ്ട്. അത് 10-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ടാണ്. 10-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ തൻ്റെ ആത്മീയമായ ഒരു ഭ്രമത്വം വരും തനിക്ക്. അത് 7-ാം ഭാവാധിപനായതുകൊണ്ടാണ് പറയുന്നത്. പലപ്പോഴും
ഭാര്യയുടെ പ്രേരണയൊക്കെ ഉണ്ടാകും. അതിനാൽ തൻ്റെ ബജറ്റിനനുസരിച്ച് മാത്രം താൻ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ താൻ ബന്ധനസ്ഥനാകും. ഇവിടെ 12-ലാണ് ചൊവ്വ. അനാവശ്യമായ വിവാദങ്ങളിൽ ചെന്ന് ചാടും. പലപ്പോഴും ലേഖനത്തിലൂടെ തെറ്റുകൾ വരാം. താൻ കൊടുക്കുന്ന രേഖകൾ, ഇതിലൊക്കെ തന്നെ തെറ്റുകൾ വരിക. എന്നിട്ട് രേഖാപരമായി തനിക്ക് ഊരാക്കുടുക്കുണ്ടാകാം. ഇതിനാൽ വളരെ ശ്രദ്ധിക്കണം. ഒപ്പിട്ട് കൊടുക്കുന്ന അവസരത്തിലും രേഖകൾ നോക്കുന്ന സമയത്തും, പ്രത്യേകിച്ച് രജിസ്ട്രാർമാർ, വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ, കോർപ്പറേഷനുകൾ വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെ തങ്ങളുടെ വിലപ്പെട്ട കയ്യൊപ്പുകൾ, അതേ രീതിയിൽ രേഖകൾ, ഇത് പലപ്പോഴും എനിക്ക് ശത്രുക്കളായി വരുന്നതാണ്. നിർബന്ധമായും ഈ വാരം രക്തപുഷ്പാഞ്ജലി കടുംപായസം അപ്രകാരം തന്നെ കർമ്മമുട്ട് നാളികേരം കൊണ്ട്, ശത്രുമുട്ട് നാളികേരം കൊണ്ട് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പേരുദോഷങ്ങൾ ധാരാളം വരും. ഗുണത്തിനേക്കാളേറെ ഈ വാരം വൃശ്ചികൻ രാശിക്കാർക്ക് ദോഷങ്ങളാണ് കൂടുതൽ കാണുന്നത്. ദോഷങ്ങൾ കൂടുതലാകിയാൽ ദോഷത്തിന് പ്രാമുഖ്യം കൊടുക്കണമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക. നന്ദി, നമസ്തേ.